ഹായ് വിൻസിയാണ് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കോഡ് സെറ്റിന്റെ കളക്ഷൻസ് തന്നെയാണ്. സിംഗിൾ പാറ്റേൺ, അതിന്റെ 2 കളർ ചേഞ്ചസും ഉണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാത്രമാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഗിവ് എവേയുടെ വിന്നേഴ്സിനെ കൂടി സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് വൈകിട്ടുണ്ട് ഗിവ് എവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട്. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണണേ. അപ്പോൾ ഫസ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും പ്രീമിയം റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാത്രം കേട്ടോ. കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ്, ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കളർ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫുൾ ആയിട്ട് പ്രിന്റ് ആണ്. പ്രിന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ പ്രിന്റുകളാണ്. ഇതിൻ്റെ അകത്ത് വലിയൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിൽ ഫുള്ള് പോയിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് തന്നെയാണ് ഈ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും വീനെക്കാണ് സെന്റർ പോർഷനിൽ പടി വന്നിട്ട് ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേക്കും എ ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ്. അതുപോലെ തന്നെ വൺ സൈഡിൽ പോക്കറ്റ് കൂടി വന്നിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവിന്റെ എൻ പോർഷനിൽ ഒരു പടി വന്നിട്ടുണ്ട്. അതുപോലെ ഈ കോഡ് സെറ്റിന്റെ ഹാഫ് പോർഷൻ വരെ മാത്രമാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. ബോഡിയിലേക്ക് ഫുൾ ആയിട്ട് ലൈനിങ് ഇല്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. പ്രീമിയം ആണ് റയോൺ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. സെയിം തന്നെ മെറ്റീരിയൽ വെച്ചിട്ട് ബോട്ടം കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം ലൂസ് ബോട്ടം കൺസെപ്റ്റിൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത്. ബോട്ടത്തിന്റെ വേസ്റ്റ് ലൈൻ വരുമ്പോൾ ഫ്രണ്ട് പോർഷനിൽ പടിയും അതുപോലെ തന്നെ ഡോറീസും ആണ്. ബാക്ക് സൈഡ് എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആണ്. റെഗുലർ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാണ്. അതും ബഡ്ജറ്റ് ബൈ റേറ്റിൽ തന്നെയാണ് കേട്ടോ. ഇതിന്റെയും കളേഴ്സ് തന്നെയാണ് ഏറ്റവും വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നെക്ക് വീനക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും കേട്ടോ. ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സെയിം തന്നെ പ്രിന്റ് ആണ് ബാക്ക് സൈഡിലും പോയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. നെക്ക് വീനൊക്കെ ഉണ്ട്. ഏലൈൻ ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഫ്ലെയർ ഉണ്ട്. അതുപോലെ തന്നെ വൺ സൈഡിൽ പോക്കറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹാഫ് പോർഷൻ വരെ മാത്രമാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഒരു 46 ഇഞ്ചുള്ള ലെങ്ത് ഇട്ടിട്ട് തന്നെയാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം ആണെങ്കിലും സെയിം തന്നെ മെറ്റീരിയലിലാണ് ഈ ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു ബോട്ടം വരുമ്പോഴത്തേക്കും ചെറിയൊരു ലൂസ് ബോട്ടം കൺസെപ്റ്റിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാത്രമാണ്. കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ വരും. ഫ്രണ്ട് പോർഷനിൽ വരുമ്പോഴത്തേക്കും പടിയുണ്ട്. അതുപോലെ ഡോറീസും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെ എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ലൂസിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കോഡ് സെറ്റിന്റെ കൂടെ മാത്രമല്ല, അതല്ലാതെ നമുക്ക് പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പാടില്ല. നല്ല കംഫർട്ടബിൾ ആണ്. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ല കൂൾ ഫീലിംഗ് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ്. നമുക്ക് ഈ ഒരു കോഡ് സെറ്റ് ഏതൊരു ക്ലൈമറ്റിലും യൂസ് ചെയ്യാം. നമുക്ക് ചൂടാണെങ്കിലും അതുപോലെ തന്നെ മഴക്കാലം ആണെങ്കിലും ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാടില്ല വന്നിരിക്കുന്നത്. അത്രയും നല്ല മെറ്റീരിയലാണ്. റയോൺ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷ് എപ്പോഴും കളർ കാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. അതിന് ശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് XL, XXL ആൻഡ് 3XL ആണ് കേട്ടോ. പ്ലസ് സൈസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 899 ആണ് കേട്ടോ. അടുത്ത കളർ ഉണ്ട്. നല്ലൊരു ഓണിയൻ പിങ്കിന്റെ കളറിലാണ് വന്നിരിക്കുന്നത്. ഓണിയൻ പിങ്കിന്റെ അത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ബേസ് കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഇതിന്റെ അകത്ത് വലിയ വലിയ ഫ്ലവർ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മെറ്റീരിയൽ പ്യുവർ റയോൺ മെറ്റീരിയൽ ആണ്. പ്രീമിയം റയോൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് വേറെ നല്ല കംഫർട്ടബിൾ ആണ്. നല്ല കൂൾ ഫീലിംഗ് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ്. കോട്ടൺ വെയർ ചെയ്യുന്നതിനേക്കാൾ കംഫർട്ടബിൾ ആണ് ഈ റയോൺ മെറ്റീരിയൽ. അതും ഇത്രയും പ്രീമിയം റയോൺ ഒക്കെ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. നെക്ക് വരുമ്പോഴത്തേക്കും വീനക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ഒരു പടി വന്നിട്ട് ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷനിലേക്ക് സ്ലിറ്റ് വന്നിട്ടുണ്ട്. ബാക്കി എലൈൻ കൺസെപ്റ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വൺ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്. ഇതിന്റെ ഹാഫ് പോർഷൻ വരെ മാത്രമാണ് ലൈനിങ് ഉള്ളൂ. ബാക്കി വിതൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് വന്നിരിക്കുന്നത്. ബോട്ടം ആണെങ്കിലും സെയിം തന്നെ മെറ്റീരിയൽ വെച്ചിട്ടാണ്. ബോട്ടം ലൂസ് ബോട്ടം കൺസെപ്റ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന കളറിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ്. ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു വലിയ പ്രിന്റ് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. ഇതുപോലെ വരും കേട്ടോ. നല്ല ഭംഗിയാണ്. നമുക്ക് വെയർ ചെയ്യാനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. നല്ലൊരു ഫ്രീഡം കിട്ടുന്ന ഒരു പാറ്റേണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരുപാട് ടൈറ്റ് ഫിറ്റ് ആയിട്ട് അങ്ങനെയൊന്നുമല്ല. നല്ലൊരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ ലാർജ് XL, XXL ആൻഡ് 3XL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 899 ആണ് കേട്ടോ. അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ്. ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് പീസ് അത് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് തന്നെ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ഗിവ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് യൂട്യൂബിൽ വന്നിരിക്കുന്ന നമ്മളിത് കമന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബിലെ കമന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള വിന്നേഴ്സിനെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇത് ലാസ്റ്റ് മന്തിലെ ഗിവേയുടെ വിന്നറിനെ ആട്ടോ സെലക്ട് ചെയ്യുന്നത്. കുറച്ചധികം ലേറ്റ് ആയി പോയി. ഒരുപാട് സോറി ഉണ്ട്. അപ്പോൾ ഈ ഗിവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത്
സിജി തോമസ് ആണേ, സിജി തോമസ് ആണ് കേട്ടോ. കൺഗ്രാജുലേഷൻ സിജി. അപ്പോൾ നമ്മുടെ വാട്സപ്പിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യണേ. നമുക്ക് ഈ യൂട്യൂബിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഐഡിയ ആയിരിക്കുമല്ലോ, അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട്, ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ കമൻസിൽ ആരെയാന്ന് നോക്കാം കേട്ടോ. ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് ഫേസ്ബുക്കിലാണ് കേട്ടോ. അപ്പോൾ ഫേസ്ബുക്കിലും കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു വിന്നർ സെലക്ട് ചെയ്യാം. ഒരുപാട് പേര് സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്, എന്താണെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. റീന സണ്ണിയാണ് കേട്ടോ ഫേസ്ബുക്കിലെ വിന്നർ. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും കൺഗ്രാറ്റുലേഷൻസ്. അപ്പം നമ്മുടെ വാട്സപ്പിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മൾ നോർമലി സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലെ ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഇൻസ്റ്റാഗ്രാമിലെ വിന്നറെ സെലക്ട് ചെയ്യാമേ. ഇൻസ്റ്റാഗ്രാമിലെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യട്ടെ. ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ എപ്പോഴും കമൻസ് കുറവാണ് വരാറ്. അപ്പോൾ എല്ലാവരും തന്നെ ഇനി നമ്മളിപ്പോൾ ഗിവ് അവേ നിർത്തി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇനി റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇൻസ്റ്റാഗ്രാമിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഫോളോ ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ട് തന്നെ കാണുക കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ വിന്നറെ സെലക്ട് ചെയ്യാവേ. റിൻസി അജിയാണേ ഇൻസ്റ്റാഗ്രാമിലെ വിന്നർ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് റിൻസി. അപ്പോൾ റിൻസിയും നമ്മുടെ വാട്സപ്പിൽ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പറഞ്ഞ ഐഡിയ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ മെസ്സേജിൻ്റെ താഴെ നമുക്ക് കമൻറ്റ് ഇടാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളാണെങ്കിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഗിഫ്റ്റ് സെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കുർത്തീസ് തന്നെയാട്ടോ ഗിഫ്റ്റായിട്ട് തരുന്നത്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അതുപോലെ തന്നെ വിന്നേഴ്സിന് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേര് നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെന്തായാലും വിഷമിക്കേണ്ട കേട്ടോ. നമ്മൾ എന്തായാലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പിന്നെ വഴി അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.